മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ധർമ്മസ്ഥലയിലെ പരിശോധനയിൽ നിർണായക കണ്ടെത്തൽ. അസ്ഥികൂടത്തിന്റെ ഒരു ഭാഗമാണ് കണ്ടെത്തിയത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, ധർമ്മസ്ഥലയിൽ അവിടെ മുൻ ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലുകൾ, അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള സംഭവവികാസങ്ങളാണ് നടക്കുന്നത്. എന്താണ് ഉണ്ടായതെന്നും? ധർമ്മസ്ഥലയിൽ ഇപ്പോൾ ഈ സാക്ഷി പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. ആ പോയിന്റുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന, മണ്ണ് കുഴിച്ചുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ പരിശോധന മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ പരിശോധനയിലാണ് ഇപ്പോൾ മനുഷ്യന്റേതെന്ന് പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. 15 പോയിന്റുകളാണ് സാക്ഷി പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ ക്ഷേത്ര പരിസരത്ത് പോയിന്റ് ചെയ്തിരുന്നത്. അതിൽ 6ാമത്തെ പോയിന്റിലാണ് ഇപ്പോൾ മണ്ണ് കുഴിച്ച് പരിശോധിക്കുന്നതിനിടയിൽ ഏതാണ്ട് 2 അടി ആഴത്തിൽ മനുഷ്യന്റേതെന്ന് തോന്നുന്ന അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് പൂർണ്ണമായും മനുഷ്യന്റേതാണോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണം. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ കഴിയൂ എന്നാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. എന്തായാലും നമുക്കറിയാവുന്നതുപോലെ തന്നെ അവിടെ ഏതാണ്ട് 19 വർഷക്കാലം ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യൻ, അയാൾ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് വലിയ തോതിൽ ചർച്ചയാവുകയും ആ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് അത് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്യുന്നു. അതേ തുടർന്ന് സംസ്ഥാന സർക്കാർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. DIG പ്രണബ് മോഹന്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘമാണ് രൂപീകരിക്കുന്നത്. ആ അന്വേഷണ സംഘത്തിന്റെ കീഴിൽ 20 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ അന്വേഷണ സംഘം പിന്നീട് വിപുലീകരിച്ചിരുന്നു. പിന്നീട് ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് SITയുടെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു ഓഫീസ് അവിടെ രൂപീകരിക്കുകയും അതിനുശേഷം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന കഴിഞ്ഞ 4-5 ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ചെയ്തത് ഈ സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നതായിരുന്നു. ഇപ്പോഴും പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു സാക്ഷി, ആ സാക്ഷിയുടെ മൊഴി വളരെ വിശദമായി തന്നെ പരിശോധിച്ചു എടുത്തു. 2 ദിവസം ഈ സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു DG അനുച്ഛേദത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം, അന്വേഷണ സംഘം. അതിനുശേഷം ഈ സാക്ഷിയും കൂട്ടിക്കൊണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൂടെ പോലീസ് സംഘം സഞ്ചരിച്ചു. അതേ തുടർന്ന് ഈ സാക്ഷി പറഞ്ഞ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്ന 15 പോയിന്റുകൾ സ്പോട്ട് ചെയ്തു. ആ പോയിന്റുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയായിരുന്നു നടന്നു വന്നിരുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെയാണ് ഇന്ന് വീണ്ടും അതിന്റെ പരിശോധന തുടരുകയായിരുന്നു. ആ തുടർച്ചയായ പരിശോധനയ്ക്കിടയിലാണ് ഇപ്പോൾ 3ാമത്തെ ദിവസം 6ാമത്തെ സ്പോട്ടിൽ വെച്ച് മനുഷ്യന്റേതെന്ന് സംശയിക്കുന്ന ഒരു അസ്ഥികൂടത്തിന്റെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. 1998 മുതൽ 2014 വരെ ഏതാണ്ട് 100-ലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ പലയിടങ്ങളിലായി കുഴിച്ചിട്ടു എന്നായിരുന്നു ഈ സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. 95-ലാണ് ഇയാൾ ഇവിടെ ശുചീകരണ തൊഴിലാളിയായി ജോലിക്ക് കയറുന്നത്. 2014 വരെ അവിടെ ജോലിയിൽ നിൽക്കുന്നു. ഈ 19 വർഷക്കാലത്തിനിടയ്ക്ക് ഉണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം പിന്നീട് തുറന്നു പറയുകയാണ്. 1998-ൽ ആദ്യമായി ഒരു സ്ത്രീയുടെ മൃതദേഹം കുഴിച്ചിടാൻ ആവശ്യപ്പെടുന്നു. അതുമുതൽ 2014 വരെ ഏതാണ്ട് 100-ലധികം സ്ത്രീകളുടെ, സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകളുടെ മൃതദേഹങ്ങൾ പലയിടങ്ങളിലായി കുഴിച്ചിട്ടുവെന്നായിരുന്നു ഇയാളുടെ വെളിപ്പെടുത്തൽ. 2014-ൽ ഇയാളുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് പിന്നീട് ഇയാൾ അവിടെ നിന്ന് കുടുംബത്തെയും കൂട്ടി ഒളിച്ചോടുകയായിരുന്നു. 2015 ജൂലൈ മാസം 9-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പരാതി പോലീസിന് സമർപ്പിക്കുന്നത്. അത് ദക്ഷിണ കന്നഡ SP-ക്കാണ് പരാതി നൽകുന്നത്. ആ 6 പേജുള്ള പരാതി വലിയ തോതിലുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ആ പരാതിയിൽ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് പരാതി അടക്കം വളരെ നിർണായകമായ നീക്കങ്ങളാണ്